ഭീകര പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്ത പുണ്യപ്രവർത്തനം എന്ന് പറഞ്ഞാൽ മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ മുസ്ലിങ്ങൾ കേൾക്കണം, കേട്ടവർ കേൾക്കാത്തവരോട് പറഞ്ഞു കൊടുക്കണം. നേരത്തെ ബഹുമാന്യനായ ഡോക്ടർ സാറാന്ന് ഒന്നോട് പറഞ്ഞു, പള്ളിയിൽ തന്നെയാ ബോംബ് പൊട്ടിക്കുന്നത്. എന്ത് ഇസ്ലാമാണോ ഇത്? നിസ്കാരത്തിന് ജുമാക്ക് വരുന്ന പാവപ്പെട്ടവന്റെ പള്ളക്ക് തന്നെ ബോംബ് വെച്ച് കൊല്ലുന്നു, എന്നിട്ട് പറയാ മുസ്ലിങ്ങൾക്ക് വേണ്ടിയാന്ന്. മൂളയുള്ളവൻ പറയുവോ ഇവര് ചെയ്യുന്നത് ഇസ്ലാമിന് വേണ്ടിയാന്ന്? ഇമാം നവവി തങ്ങൾ 500-ലധികം ഗ്രന്ഥങ്ങൾ ലോകത്ത് സമർപ്പിച്ച വലിയ മഹാന. എത്ര? 500-ലധികം. ഭരണം കിട്ടിയ പാടെ ചെന്ന് മൂപ്പരുടെ കബറങ്ങോട്ട് തട്ടി തകർത്തു പൊളിച്ചു കളഞ്ഞു. മക്കത്തും മദീനത്തും ഉണ്ടായിരുന്ന 100 കണക്കിന് മഹാന്മാരുടെ ഖബറുകൾ ഉണ്ടായിരുന്നു. ചെറുപ്പക്കാരെ, നാളെ സൗദി അറേബ്യയിൽ പോയിട്ട് ഇസ്ലാം അതാണെന്ന് പഠിച്ചിങ്ങോട്ട് വരല്ലേ നിങ്ങൾ? 2 മിനിറ്റ് ഞാൻ സുന്നത്ത് ജമാഅത്തും കൂടി പറഞ്ഞോട്ടെ. ഈ സൗദി അറേബ്യ വന്ന എത്ര കൊല്ലായി സൗദി അറേബ്യ വന്നിട്ട്? അറിയാവോ? നീല ഷർട്ടുകാരനോടാ ചോദിക്കുന്നത്. സൗദി അറേബ്യ വന്നിട്ട് എത്ര കൊല്ലായി? എത്ര? അള്ളാന്റെ റസൂലിന്റെ കാലത്ത് സൗദി അറേബ്യ ഉണ്ടോ? ഇല്ല. 10-23 ചെറിയ രാഷ്ട്രങ്ങളായിരുന്നു. സൗദി അറേബ്യ വന്നിട്ട് താരിഖു മംലക്കത്തിൽ അറബിയത്ത് സൗദിയ എന്ന് പറഞ്ഞ് സൗദി അറേബ്യ പഠിപ്പിക്കുന്ന ഗ്രന്ഥത്തിൽ 340 കൊല്ലയാളൂ സൗദി അറേബ്യ വന്നിട്ട്. അള്ളാന്റെ റസൂൽ വന്നിട്ട് 1400 കൊല്ലം കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ ഈ 300 കൊല്ലം കഴിഞ്ഞ് വന്ന സൗദിയില് ചില ഭരണത്തിന്റെ ചില വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ ഇവിടെ ദിക്റും സലാത്തും മൗലൂദും യാ ഖയ്യൂം യാ ഹയ്യും ഒക്കെ ചൊല്ലി കാലിക്കൊരു വിസയും കിട്ടി സൗദി അറേബ്യ പോയിട്ട് തിരിച്ചു വന്നിട്ട് വഹാബിയാകുന്ന ആളുകളുണ്ട് ഇവിടെ. പഠിച്ചുകൊള്ളുക. 300 ശിഷ്ടം കൊല്ലയായുള്ളൂ സൗദി അറേബ്യ. എന്തായിരുന്നു? ഒറ്റ മിനിറ്റ് പറഞ്ഞോട്ടെ, സമയമാകുമ്പോ പറഞ്ഞേക്കണം നിർത്താൻ. ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. ഈ 33ഓളം വരുന്ന 30 ചില്ലാനം വരുന്ന ചെറിയ രാജ്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ കേരളത്തിലെ രാജ്യം പോലെ ഭരിച്ചുകൊണ്ടിരിക്കുക. ഇത് അവരുടെ ഗ്രന്ഥത്തിൽ പറയുന്നതാ. അപ്പോഴാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് ഉനൈനയിൽ ജനിക്കുന്നത്, സൗദിയുടെ ഒരു ഗ്രാമത്തിൽ. മൂപ്പനിങ്ങനെ ഫിക്കറാക്കി ഈ ആശയമൊക്കെ ഒന്ന് മാറ്റി എഴുതണം, ഒന്ന് തള്ളിപ്പറയണം. ആരുണ്ട് സഹായിക്കാൻ? പലരെയും അടുത്തു. ആരും സഹകരിക്കാതെ വന്നപ്പോ ഈ സൗദി അറേബ്യയുടെ ഇന്ന് ഭരിക്കുന്നയാളുടെ പേര് സൽമാന്റെ വാപ്പ അറിയോ? അബ്ദുല്ലാഹി. അബ്ദുള്ളയുടെ വാപ്പ ഫഹദിന്റെ വാപ്പ അറിയില്ല. അബ്ദുൽ അസീസ്, ഫൈസൽ, ഖാലിദ്, ഇനി 2 വാപ്പമാരും കൂടിയുണ്ട്. അതോടുകൂടി സൗദി അറേബ്യയുടെ ഭരണം കഴിഞ്ഞു. ആ ഉപ്പാപ്പ ചിന്തിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ നാട്ടിൽ ചിന്തിച്ച പോലെ ഈ ചെറിയ രാജ്യങ്ങളെയൊക്കെ ഒന്ന് വെട്ടിപ്പിടിച്ചത് വലുതാക്കിയാല് ഉഷാറാണല്ലോ. പക്ഷെ മൂപ്പർക്കൊട്ട് കഴിയോ ഇല്ല. അങ്ങനെ ഇയാളും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാ ഈ ഫസാദിന്റെ ആളായ ഇബ്നു അബ്ദുൽ വഹാബ്, ഇന്നത്തെ ISSന്റെ നേതാവ്, ഉപ്പാപ്പ, ആ ഗ്രാൻഡ് ഫാദർ വന്നിട്ട് ഇതെങ്ങനെ ഉണ്ടാകും? ഇവർ 2 പേരും ഒരു ടൈപ്പ് ആകുകയാണ്. അവസാനം എന്താ എഗ്രിമെന്റ്? നമ്മൾ 2 പേരും കൂടി കൂടും. എന്റെ ബുദ്ധി, നിങ്ങളുടെ ശക്തി, ഭരണശക്തി, ഇത് 2ഉം കൂടി ഇതൊക്കെ വെട്ടിപ്പിടിച്ച് ഒരു രാജ്യമാക്കിയാൽ ഭരണം ആലു സഊദിന് വേണം. ആലു സഊദ്, അതാണ് ഇപ്പൊ സൽമാന്റെ പരമ്പര. അതിൽ മതം പറയാനുള്ള അവകാശം ആലു ഷെയ്ഖിന് വേണം. അതാണ് വഹാബി ഷെയ്ഖ്. അന്ന് മുതൽ ഇപ്പോഴത്തെ അവസാനത്തെ അബ്ദുൽ അസീസ് ആലു ഷെയ്ഖാണ് മുഫ്തി ആയിട്ടുള്ളത്. ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് പടയോട്ടം തുടങ്ങി. രക്തവിപ്ലവത്തിലൂടെ 100 കണക്കിന് ആളുകളെ കൊന്നൊടുക്കി. മഹാന്മാരുടെ മക്ബറകൾ അടിച്ച് തകർത്താണ് വഹാബിസം ഉണ്ടായത്. മുസ്ലിങ്ങളെ, ഞങ്ങൾ കഠിന ശത്രുക്കളാണ് കേട്ടോ. ഞങ്ങൾ ആ മെമ്പറിൽ കൂട്ടലങ്ങള്. അവര് പറയുന്ന ഇസ്ലാമല്ല. ഏതാ അവര് പറയുന്ന ഇസ്ലാം? ഒരു അമുസ്ലിമിന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നത് പാപമാണോ? പക്ഷെ അങ്ങനെ കിടുക എന്നുള്ളതല്ലാതെ വേറെ എന്താ പറയാനുള്ളത്? ഇന്നലെ ഒരു കാക്ക എഴുന്നേറ്റ് എന്ന് പ്രസംഗിക്കുന്നുണ്ട്, എന്റെ മക്കൾ ആരെയും ഞങ്ങൾ പോളിയോ ഒന്നും കൊടുത്തിട്ടില്ല, പോളിയോ കൊടുക്കുന്നത് ഹറാമാണ്, അത് കുഫ്രിയത്തിലേക്ക് പോകും. കേട്ടില്ലേ നിങ്ങൾ പ്രസംഗം? മക്കൾക്ക് പോളിയോ കൊടുത്താൽ അത് നിരീശ്വരവാദം, അത് ശിർക്കിലേക്ക് പോകും. ആരെങ്കിലും ഒരാൾ മക്കളെയും വിളിച്ചേ പോളിയോ കൊടുത്താൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഇമാതിരി പ്രാന്തും പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറെ ആളുകളുണ്ട്. പച്ച മലയാളത്തിൽ പറഞ്ഞ ഒരു മുസ്ലിം സദസ്സിൽ, അതും പബ്ലിക്കിൽ പറയേണ്ടി വന്നതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു സഖാഫി എന്ന നിലയിൽ അപരിമിതമായ, ഇനി അതിനപ്പുറം എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ കൂട്ടിയാൽ മതി നിങ്ങൾ. ഞങ്ങളെ തന്നെ കൊന്നുകളയണമെന്ന് 1991 അവരുടെ 981 ജൂലൈയിൽ പറഞ്ഞു. സുന്നികളെ കൊല്ലൽ നിർബന്ധമാണ്. അറിയോ നിങ്ങൾക്ക്? സുന്നികളെ കൊല്ലൽ നിർബന്ധമാണ്. 981 ജൂലൈ അൽമനാർ. പിന്നെ എന്താ കൊല്ലാൻ വരാതിരുന്നത്? അത് വരവും ചെലവും കൂടി നോക്കിയാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് വന്നില്ല. വരാൻ പറ്റുന്നിടത്തൊക്കെ കൊന്നിട്ടുണ്ട്. അതാണ് വഹാബിസം, അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം. അവരുടെ നേതൃത്വത്തിൽ ISS നടക്കുന്നത്. അത് ഇസ്ലാമല്ല. എന്തായാലും സൗദി അറേബ്യയിലൊക്കെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അള്ളാഹു മാറ്റങ്ങൾ വരുത്തുമാറാവട്ടെ. അതുകൊണ്ട് ആ പ്രസ്ഥാനത്തിലേക്കൊന്നും പോവണ്ട. അവർക്ക് കുട ചൂടി കൊടുക്കാനും ആരും പോവണ്ട. അങ്ങനെയും കൂടി പറയണമല്ലോ.
അവർക്ക് കുട ചൂടി കൊടുക്കാനും പോവണ്ട. നമ്മുടെ വിശ്വാസം അത് കറക്റ്റാ. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഇത്രയും ആലിമീങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, പുന്നാര നബി തങ്ങളെ വിളിക്കുന്നു, പറയുന്നു, ആ ഖബറിന്റെ മദീനയിലേക്ക് ചെല്ലുന്നു. നമ്മൾ ഇവിടെയുള്ള ഖബർസ്ഥാനുകളിൽ പോകുന്നു. അതൊക്കെ പോകുന്നവരെ കൊല്ലണം എന്നാണ് പറഞ്ഞത്, കൊന്നുകളയണം. എന്തൊരു ധിക്കാരമാണിത്! ഒരു ജനാധിപത്യ രാജ്യത്തിൽ നാടുകാണി മക്ബറ, ബ്രിട്ടീഷുകാരന്റെ കാലം മുതൽ നിലനിൽക്കുന്ന മക്ബറയാ. ഒന്നിലധികം പ്രാവശ്യം മക്ബറ പൊളിച്ചു കളഞ്ഞു. എന്ത് ഭ്രാന്താന്ന ഇതിനൊക്കെ പറയുക? എന്തേ മക്ബറയുടെ അടുത്ത്? സംശയമുള്ളവരുണ്ടോ? ഒരു 2 മിനിറ്റ് എനിക്ക് അനുവദിക്കും നിങ്ങള്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളവരുടെ അടുത്തേക്ക് വരുന്നു, ഖബറിങ്കലേക്ക്. പഠിച്ചുകൊള്ളണം ആശയം. ഖബറിങ്കലേക്ക് ജാഅ റജുലുൻ ഇലാ ഖബറിൻ നബിയ്യി, ഇലാ ഖബറിൻ നബിയ്യി. തങ്ങളവരുടെ ഖബറിന്റെ അടുത്തേക്ക് ഒരാൾ വന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇസ്തസ്ഖീ ലിഉമ്മതിക, അങ്ങയുടെ ഉമ്മത്തിന് മഴയില്ല, മഴ വേണം. വഖദ് ഹലകു, മഴയില്ലാതെ അവർ വിഷമിക്കുന്നു, അവർ നശിക്കുന്നു. അവരുടെ മൃഗങ്ങള്, കൃഷിസ്ഥലങ്ങള്, കിണറുകള് വെള്ളമില്ലാതെ വിഷമിക്കുകയാണ്. നബിയെ, മഴ വേണം. എങ്ങോട്ടാ വന്നത്? ഖബറിന്റെ അടുത്തേക്ക്. ഈ ഖബർ പൊളിയന്മാര് മനസ്സിലാക്കാൻ വേണ്ടിയാ പറയുന്നതിന്റെ ആധികാരികത. ഇത്രയും ആലിമ്യങ്ങളിവിടെ ഇരിപ്പുണ്ടല്ലോ, ഞാൻ പറയാം. ആ രാത്രിയിൽ ഫഅതാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ രാത്രിയിൽ മുഹമ്മദുർ റസൂലുള്ളാഹി വന്നു. ആരുടെ അടുത്ത്? ഈ ആളുടെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇതി ഉമർ, ഉമറിന്റെ അടുത്ത് നീ പോണം. ഉമറിന്റെ ഭരണകാലത്താണ് ഈ സംഭവം. റസൂലുള്ള ഖബറില, ഉമറിന്റെ അടുത്ത് പോണം. ഫഖറഹു മിന്നിസ്സലാം, എന്റെ അസ്സലാമു അലൈക്കും ഉമറിനോട് പറയണം. എന്നിട്ട് പറയണം, ഫഇന്നഹും മുസ്ഖഊൻ, അവർക്ക് മഴയുണ്ട്, ഉടനെ മഴ കിട്ടുമെന്ന സന്തോഷ വാർത്ത അങ്ങ് പറഞ്ഞോ. മഴ എന്ന് പറയുന്നത് ഖബറിങ്കൽ പോയി ചോദിക്കാൻ പറ്റുന്ന കാര്യമാണോ മുസ്ലിയാരെ? അതുകൊണ്ടാ സുന്നികളെ കൊല്ലണമെന്ന് പറഞ്ഞത്. പറ്റും. ഞാൻ ഈ പറഞ്ഞ സംഭവം ആരൊക്കെ റിപ്പോർട്ട് ചെയ്തേക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചോ. ആരൊക്കെ റിപ്പോർട്ട് ചെയ്തൊരു കള്ളക്കഥയല്ല. ഇവിടെ ഒന്ന് പഠിച്ചോ. റസൂലുള്ളാഹി ഖബറിൽ കിടക്കുന്നെങ്കിലും പുന്നാര നബിതങ്ങൾക്ക് ഒരു വിരൽ അനക്കണമെങ്കിൽ ആര് കഴിവ് കൊടുക്കണമെന്ന മുസ്ലിമിന്റെ വിശ്വാസം? അല്ലാഹു കഴിവ് കൊടുക്കണം. ആ റബ്ബിന്റെ കഴിവില്ലാതെ ഒരു വിരൽ പോലും അണക്കാൻ അള്ളാന്റെ റസൂലിന് കഴിയില്ല. പക്ഷേ അള്ളാഹുവിനോട് ചോദിച്ചാൽ അത് തരാൻ സാധ്യത റസൂലുള്ളാഹിക്കാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹം ഖബറിന്റെ അടുത്ത് ചെന്നത്. ഈ ഹദീസ് സ്വഹീഹാണ്, സത്യസന്ധമാണെന്ന് പറഞ്ഞു. ആരാ പറഞ്ഞത്? ഒന്നാമതായി പറഞ്ഞത് ഇബ്നു അബീ ശൈബ അവിടുത്തെ മുസന്നഫില്. ഇബ്നു അബീ ശൈബ അവിടുത്തെ മുസന്നഫില്. ആരാ ഇബ്നു അബീ ശൈബ? നമുക്കൊക്കെ കേട്ടു പരിചയമുള്ള മഹാനായ ഇമാം ബുഖാരി തങ്ങളുടെ ഉസ്താദ്. രണ്ടാമത് ഇത് സഹിഹാന്ന് പറഞ്ഞ ആളാരാ? ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു. ഫത്ഹുൽ ബാരി എന്ന വിശുദ്ധമായ സ്വഹീഹുൽ ബുഖാരിക്ക് വിശദീകരണം എഴുതിയ ഇബ്നു ഹജറുൽ അസ്ഖലാനിയാണ് പറഞ്ഞത് ഇത് സത്യസന്ധമാണ്, ഇതിന്റെ പരമ്പര സത്യസന്ധമാണ്. മൂന്നാമത്തെ ഒരാളെ കേൾക്കണോ? ഇബ്നു തീമിയ റളിയല്ലാഹു അൻഹു ഒന്നും പറയണ്ട, ആരും ചിലപ്പോൾ പറഞ്ഞു പോകും. ഇബ്നു തീമിയ അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ പറയുന്നു, ഈ സംഭവം വിഷമം വരുമ്പോ ഖബറിന്റെ അടുത്ത് പോയിക്കോ, ഈ സംഭവം ശരിയാണ്. ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ ഇബ്നു തീമിയ. നാലാമതായി ഇത് പറഞ്ഞത് ഇബ്നു തീമിയയുടെ ശിഷ്യനുണ്ട്. ആരാണ് ആ ശിഷ്യൻ? ഇബ്നു കസീർ. ഉസ്താദ്മാർക്ക് അറിയാൻ തഫ്സീറുകളുണ്ട്. ഇബ്നു കസീർ പറഞ്ഞു, ഹാദാ ഹദീസുൻ സഹീഹുൻ ജയ്യിദുൻ, ഉറച്ചതാണ്. പാമ്പൻ പാലത്തിന്റെ സ്ട്രോങ് ആണ് അതിന്റെ പരമ്പരക്ക്, ഉറച്ചു വിശ്വസിച്ചോ ഇബ്നു കസീർ. പിന്നെ ഇമാം ബുഖാരി തങ്ങൾ അവിടുത്തെ താരീഖിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇബ്നു അബീ ശൈബ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. ദലായിലുൻ നുബുവയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം സുബുക്കി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഇമാം സുയൂത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹജറുൽ ഹൈത്തമി പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഇബ്നു അസ്ഖലാനിയ. സമയക്കുറവുകൊണ്ട് അതിന്റെ കിതാബിന്റെ പേരൊന്നും പറയാൻ സമയമില്ല. ഇത്രയും ആധികാരികതയുള്ള ഒരു വിഷയത്തിലാ ഖബറിന്റെ അടുത്ത് പോകുന്ന സുന്നികളെയൊക്കെ കൊന്നുകളയണം വഹാബികൾ പറഞ്ഞത്. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് അതൊന്നുമല്ല ഇസ്ലാം. പരമ്പരാഗതമായ നമ്മുടെ കാന്തപുരം ഉസ്താദൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഏതെങ്കിലും ഒരു IS-ന്റെ ആളെ പിടിച്ചിട്ടുണ്ടോ? ആ മുസ്ലിങ്ങളോടാ ഞാൻ ചോദിക്കുന്നത്. ഒരു IS-ന്റെ ഒരാളെ ഇല്ല, അബദൻ ഉണ്ടാവില്ല. നേതൃത്വം അങ്ങനെയാണ് ഇസ്ലാം, അങ്ങനെയാണ് ഇസ്ലാം എന്ന് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അതാണ് ഇസ്ലാം എന്ന് ഉൾക്കൊള്ളുക.